വാഹന നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സ് നൽകിയ പുതിയ ലൈൻ ബസ്സുകളിൽ തുടർച്ചയായി സാങ്കേതിക തകരാറുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ സർവീസുകൾ മുടങ്ങി കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ബസ് ഉടമ വേറിട്ട പ്രതിഷേധവുമായി രംഗത്ത്. ആലുവ പറവൂർ റൂട്ടിൽ ആലങ്ങാടിന് സമീപം പ്രവർത്തിക്കുന്ന പോപ്പുലർ മോട്ടോഴ്സ് ടാറ്റ ഷോറൂമിന് മുന്നിലാണ് രണ്ട് പുതിയ ബസ്സുകൾ നിർത്തിയിട്ട് ഉടമയായ ജോമി ദേവസി വ്യത്യസ്തമായ രീതിയിൽ സമരം നടത്തുന്നത്. ടാറ്റ കമ്പനിയിൽ നിന്നും വാഹനം വാങ്ങിയത് മുതൽ കഴിഞ്ഞ 2 വർഷമായി താൻ വലിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നിരത്തിലിറക്കാൻ കഴിയാത്ത വിധം സാങ്കേതിക തകരാറുകൾ ഉള്ള ബസ്സുകൾ പരിഹാരത്തിനായി ഷോറൂമിൽ എത്തിച്ചിട്ടും അത് ശരിയാക്കി നൽകാൻ കമ്പനിയോ അധികൃതരോ തയ്യാറായില്ല. കടുത്ത നീതി നിഷേധവും അവഗണനയും നേരിട്ടതോടെയാണ് പ്രതിഷേധം കടുപ്പിക്കാൻ താൻ നിർബന്ധിതനായതെന്നും അദ്ദേഹം പറഞ്ഞു. ടാറ്റയുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ അനുകൂല നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഏകദേശം 75 ദിവസത്തോളമായി താൻ ഈ സ്ഥാപനത്തിന് മുന്നിൽ സമരം തുടരുകയാണെന്നും ഒടുവിൽ മറ്റ് വഴികളില്ലാതെ വന്നതോടെയാണ് കുരിശിലേറി ത്യാഗപൂർണമായ ഒരു സമരത്തിലേക്ക് നീങ്ങേണ്ടി വന്നതെന്നും ജോമി ദേവസി വൈകാരികമായി വ്യക്തമാക്കുന്നു. പ്രശ്നപരിഹാരത്തിനായി പൊതുജനങ്ങളുടെയും മറ്റ് സംഘടനകളുടെയും പിന്തുണയും അദ്ദേഹം വിനീതമായി അഭ്യർത്ഥിക്കുന്നുണ്ട്. അതിനിടെ ഷോറൂമിന് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുത്തനവസ്ഥയിൽ കൊണ്ടുവന്നിട്ട ബസിന്റെ ഇന്റീരിയറും ഗ്ലാസുകളും തല്ലി തകർക്കപ്പെട്ട നിലയിലാണ്. ഇവിടുത്തെ ജീവനക്കാർ തന്നെയാണ് ബസിന്റെ ചില്ലുകൾ അടിച്ചു തകർത്തതെന്നാണ് അറിയാൻ സാധിച്ചതെന്ന് ബസ് ഉടമ ആരോപിക്കുന്നു. ഇതിനു പുറമെ ബസ്സുകളുടെ ടയറുകളിലെ കാറ്റഴിച്ചുവിട്ടും ഉപദ്രവം തുടരുകയാണ്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ പുത്തൻ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയാതെ നശിച്ചു പോകുമ്പോഴും കമ്പനി അധികൃതർ കാണിക്കുന്ന നിഷ്ക്രിയത്വത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ടാറ്റയുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലും അർഹമായ നഷ്ടപരിഹാരവും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സമരം തുടരാനാണ് ബസ് ഉടമയുടെ തീരുമാനം. ആലുവ പറവൂർ റൂട്ടില് ആലങ്ങാട് സമീപം പ്രവർത്തിക്കുന്ന ടാറ്റയുടെ ഷോറൂമായ പോപ്പുലർ മോട്ടോഴ്സിന്റെ മുമ്പിലാണ് ഈ സമരം നടത്തി വരുന്നത്. ഒരുപാട് നാളായി ഞാൻ ഇതിന്റെ മുമ്പിൽ കിടന്ന് സമരം ചെയ്യണേ. ഏകദേശം 75 ദിവസത്തോളായി. ടാറ്റയുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടി ഇല്ലാണ്ടായതിനെ തുടർന്ന് ഞാൻ കുരിശുമേറി ത്യാഗോജ്വലമായ ഒരു സമരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടാറ്റയുടെ വാഹനം വാങ്ങിയതിന്റെ പേരിൽ 2 വർഷക്കാലം അളവിലായിട്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ ഏർപ്പെട്ട് ഈ വണ്ടി സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇവർക്കൊന്നും ചെയ്തു തരാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ആയതുകൊണ്ട് കുരിശിലേറി ഞാൻ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് ഉണ്ടാവണമെന്നും വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ വണ്ടിയുടെ ഇന്ത്യയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. പുത്തൻ വണ്ടിയായിരുന്നു. ഗ്ലാസ് ഒക്കെ ഇവിടുത്തെ ജീവനക്കാരെ തല്ലി പൊട്ടിച്ചാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.